തവനൂർ എം.എൽ.എ. ഡോക്ടർ കെ.ടി. ജലീൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. SDPI പരസ്യമായിട്ട് ആദ്യഘട്ടത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇക്കാര്യത്തിൽ UDF നിലപാട് വ്യക്തമാകുന്നത്. ആ പിന്തുണ വേണ്ടെന്ന് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇത് കാരണമായിട്ടാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? SDPI പരസ്യമായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച ആ നിമിഷം വിത്തിൻ മിനിറ്റ്സ് അത് നിരാകരിച്ചുകൊണ്ട് UDF-ൻ്റെ നേതാക്കന്മാർ രംഗത്ത് വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവരെല്ലാവരും ആരംഭഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരളീയ പൊതുസമൂഹം അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വന്നപ്പോൾ മനമില്ലാ മനസ്സോടെ SDPIയുടെ പിന്തുണ പരസ്യമായിട്ട് സംഘടന എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറഞ്ഞു. ഇതേ നിലപാടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് സ്വീകരിച്ചത്. CPIM പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിച്ച ആ നിമിഷം തന്നെ അത് നിരാകരിച്ചു. CPI നിരാകരിച്ചു. ഇടതു പാർട്ടികൾ ആലോചിക്കേണ്ടി പോലും അവർക്ക് വന്നിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ആ കാര്യത്തിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികരണം അറിയിച്ചത്. അപ്പോഴും കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ സംഘടനാതലത്തിൽ പങ്കെടുക്കുന്നില്ല, എന്നാൽ ഏതെങ്കിലും വ്യക്തികൾക്ക് പങ്കെടുക്കേണ്ടതുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്നാണ്. ഇത്തരത്തിലുള്ള നിലപാടുകളോട് കോൺഗ്രസ് പുലർത്തുന്ന വളരെ ഉദാസീനമായിട്ടുള്ള സമീപനത്തിൻ്റെ തെളിവാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ UDF നേതൃത്വം, ശേഷം കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് പ്രഖ്യാപിക്കാൻ വൈകിയതിൽ മുസ്ലിം സംഘടനകൾക്കും അതൃപ്തിയുണ്ടെന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. കാരണം SDPI എല്ലാ കാലത്തും ഈ മുസ്ലിം സംഘടനകളെ മാറ്റി നിർത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികവും അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അവർ സ്വീകരിച്ചില്ലെന്ന ഒരു വിമർശനം ഒരു മുസ്ലിം സംഘടനകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? മുസ്ലിം ലീഗ് ഏത് സമയത്തും പറയാറുള്ളത് മുസ്ലിം തീവ്രവാദത്തെ തടഞ്ഞു നിർത്തുന്നത് ലീഗാണ്. SDPIയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ പോകാതിരിക്കുന്നതിൻ്റെ വലകെട്ടി അവരെ നിർത്തുന്നത് ലീഗാണ്. ഇതാണ് ലീഗിൻ്റെ ഏത് സമയത്തെയും അവകാശവാദം. അതേ ലീഗ് SDPIയുടെ സഹായം പരസ്യമായി ഇതിനു മുൻപും വാങ്ങിയിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഹുസൈൻ രണ്ടത്താണി അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ടല്ലേ പച്ചപ്പതാകയും SDPIയുടെ പതാകയും, അന്ന് SDPI ഇല്ല, പോപ്പുലർ ഫ്രണ്ട് NDF ആ ഒരു ലേബലിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അവർ 2 പതാകകളും ഒരുമിച്ചല്ലേ വിജയാഹ്ലാദത്തിൽ ഉയർത്തിപ്പിടിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടി KTDCയുടെ ഹോട്ടലിൽ വെച്ച് അവർ പരസ്പരം ചർച്ച നടത്തിയില്ലേ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ SDPIയുടെ നേതാക്കന്മാരും. അത് SDPIയുടെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് പരസ്യമായി ഒരു നിലപാടും രഹസ്യമായി മറ്റൊരു നിലപാടുമാണ്. കോൺഗ്രസും അങ്ങനെ തന്നെ. RSSനോടായാലും അവർക്ക് ഇതേ നിലപാടും സമീപനവുമാണ് ഉള്ളത്. BJP എന്താണ്, RSS എന്താണ് എന്ന് കോൺഗ്രസ് അവരുടെ പ്രവർത്തകന്മാർക്ക് ഇനിയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല. ശ്രീമാൻ AK ആൻ്റണി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മകന് പോലും BJP ഒരു കോൺഗ്രസ് ഓൾട്ടർനേറ്റീവ് പാർട്ടിയാണ് എന്നുള്ള വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലീഡർ കരുണാകരൻ്റെ മകൾക്ക് അങ്ങനെ ഒരു മനസ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ കുടുംബത്തെ പോലും കോൺഗ്രസ് എന്താണ് എന്ന് പഠിപ്പിക്കുകയോ കോൺഗ്രസ്സിനെതിരായി എക്കാലത്തും നിന്നിട്ടുള്ള RSSും BJPയും എന്താണ് എന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ SDPIയെ സംബന്ധിച്ച് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും UDF അത് അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ പിന്തുണ വേണ്ട എന്ന് നിലപാട് പറയാൻ വൈകാനുള്ളൊരു കാരണം എന്തായിരിക്കും? ഇവിടെ ഈ മലബാറിൽ ഉൾപ്പെടെ ആ നിലയിൽ അവരുടെ ഒരു സ്വാധീനം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ? അവരുടെ വോട്ട് കൂടെ വന്നോട്ടെ എന്നൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അല്ല, ഈ പ്രാവശ്യം മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് നഷ്ടപ്പെടും.
വ്യവസ്ഥാപിത മുസ്ലിം സംഘടനകളിൽ പല സംഘടനകളും മുസ്ലിം ലീഗിനോട് അവരുടെ സമീപകാലത്തെ സമീപനങ്ങളോട് വിയോജിപ്പുള്ളവരാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന വോട്ടുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ SDPIയുടെ വോട്ട് സഹായകമാകും എന്ന് ലീഗും കോൺഗ്രസും ഒരുപോലെ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവർ അതിൻ്റെ പ്രാരംഭ ദശയിൽ തന്നെ അതിനെതിരായിട്ട് രംഗത്ത് വരാതിരുന്നത്. പക്ഷേ ആ നിലയിൽ ലഭിക്കുന്ന വോട്ടുകൾ മൂലം അപ്പോൾ സമുദായ സംഘടനകളിൽ നിന്നും പകുതി വോട്ട് ലഭിക്കുന്ന അങ്ങ് പറയുന്നുണ്ട്. ആ വോട്ട് കൂടെ നഷ്ടപ്പെടില്ലേ? കാരണം ഈ സംഘടനകളൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണല്ലോ, രാഷ്ട്രീയ കക്ഷിയാണല്ലോ SDPI എന്ന് പറയുന്നത്. ആ നിലയിൽ തീർച്ചയായിട്ടും ആരംഭഘട്ടത്തിൽ അവരിത് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ വ്യവസ്ഥാപിത സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പുകളുണ്ടായി, സമുദായ സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. ഗത്യന്തരമില്ലാതെയാണ് അവർ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. തള്ളിപ്പറഞ്ഞാലും രഹസ്യമായി SDPIയുടെ പിന്തുണ അവർ ഉറപ്പാക്കും. അതിൻ്റെ തെളിവാണ് തള്ളിപ്പറഞ്ഞാലും ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ മാറ്റമില്ല, ഞങ്ങൾ UDF തന്നെ വോട്ട് ചെയ്യും എന്ന് സംഘടനാപരമായിട്ട് തന്നെ SDPI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പതാകകൾ മാറ്റി നിർത്തിയ സംഭവം വിവാദമാകുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി അതിൽ മറുപടി കൊടുക്കുന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പതാക ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ അപമാനമാണ്. ലീഗിൻ്റെ പതാക രാഹുൽ ഗാന്ധിക്ക് ഇത്ര അലർജിയാണെങ്കിൽ എന്തിന് പച്ചക്കൊടി പിടിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ വന്ന് അദ്ദേഹം മത്സരിക്കണം? പച്ചക്കൊടി ഇല്ലാത്ത SP-യുമായിട്ട് കോൺഗ്രസ് സഖ്യത്തിലുള്ള UPയിലെ അമേഠിയുണ്ട്, റായ്ബറേലിയുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയുണ്ട്, കോൺഗ്രസ് ഭരണം നടത്തുന്ന കർണാടകയുണ്ട്. അവിടെയൊക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോയി മത്സരിച്ചുകൂടാ? എന്തിനാണ് കൊടി വേണ്ടാത്ത, ഉയർത്തിയാൽ ഉത്തരേന്ത്യയിൽ പ്രശ്നമുണ്ടാകും എന്ന് ഭയപ്പെടുന്ന ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് അദ്ദേഹം മത്സരിക്കുന്നു? ഇത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. മുസ്ലിം ലീഗ് അതിൻ്റെ കൊടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നെഹ്റുവാണ് പറഞ്ഞതൊരിക്കൽ ലീഗ് ചത്ത കുതിരയാണ് എന്ന്. അതേ സ്ഥലത്ത് മഹാസമ്മേളനം ചേർന്ന് CH മുഹമ്മദ് കോയ സാഹിബ് അതിന് മറുപടി കൊടുത്തു, പണ്ഡിറ്റ്ജി ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്ന്. പണ്ഡിറ്റ്ജിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, നരസിംഹറാവുവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, മൻമോഹൻ സിംഗിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച പച്ചക്കൊടി, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ ചെറുമകൻ്റെ മകൻ, നെഹ്റുവിൻ്റെ ചെറുമകൻ്റെ മകൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നുകിൽ മുസ്ലിം ലീഗ് അടിയന്തരമായി അവരുടെ ദേശീയ കമ്മിറ്റി കൂടി 1948 KM സീതി സാഹിബും ഖായിദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അടങ്ങുന്ന ലീഗിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള സ്ഥാപകന്മാർ ഭരണഘടനാനുസൃതമായി സ്വീകരിച്ച കൊടിയുടെ നിറം മാറ്റുക, അതിലെ ചിഹ്നം മാറ്റുക, എന്നിട്ട് പുതിയ ഒരു കൊടി സ്വീകരിക്കണം. വൈകാതെ കോൺഗ്രസ് മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിമും എടുത്തു മാറ്റണമെന്ന് പറയും. സംശയം വേണ്ട നിങ്ങൾക്ക്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബിനോട് സ്പീക്കറാകണമെങ്കിൽ, KM സീതി സാഹിബ് മരിച്ച ഒഴിവിൽ സ്പീക്കറാകണമെങ്കിൽ തൊപ്പി ഊരണം എന്ന് പറഞ്ഞു. അങ്ങനെ തൊപ്പി ഊരിച്ചു. ഇപ്പോൾ കൊടിയും ഊരിച്ചു. ഇനി മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിന്ന് മുസ്ലിമും കോൺഗ്രസ് അധികം വൈകാതെ ഊരിക്കും. തർക്കം വേണ്ട. രാഹുൽ ഗാന്ധി ഇത്ര പ്രയാസപ്പെട്ട്, കോൺഗ്രസ് ഇത്ര പ്രയാസപ്പെട്ട് എന്തിനാണ് ഈ പച്ചക്കൊടിക്കാരുടെ സ്വാധീന മേഖലയിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു ആളും ഇല്ല. രാഹുൽ ഗാന്ധിയുടെ തണല് വേണം. അതിനും വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ കാള കെട്ടിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇതിന് കൊടുക്കുന്ന മറുപടി, CPM-ൻ്റെ കൊടി
കേരളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ കൂടെയല്ലാതെ കൂട്ടിക്കെട്ടാൻ കഴിയില്ലെന്ന കാര്യം അവർ തിരിച്ചറിയണം. വയനാട്ടിൽ ഈ വിധത്തിൽ CPM നൽകിയ ഒരു സൗജന്യ സേവനമായിട്ടാണ് കൊടികളെ മാറ്റി നിർത്തിയതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു പരിഹാസ്യമായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞാനും കേട്ടു. അവിടെയൊന്നും CPM അവരുടെ കൊടി താഴ്ത്തിപ്പിടിക്കുന്നില്ല. CPM പ്രവർത്തകന്മാർക്ക് അവരുടെ കൊടി കീശയിലോ ട്രൗസറിൻ്റെ പോക്കറ്റിലോ വെക്കേണ്ടി വന്നിട്ടില്ല. അവരത് ഉയർത്തി തന്നെ പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനടക്കം തലചുറ്റലുണ്ടായല്ലോ, അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമല്ല അത്, പച്ചക്കൊടി കാണാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസ്വസ്ഥ്യം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ത്രിവർണ ബലൂണുകൾ കൊണ്ട് ആ പ്രകടനം സമൃദ്ധമായിരുന്നു. ത്രിവർണ തൊപ്പികൾ ധരിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ അവിടെ അണിനിരന്നിരുന്നു. ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു പച്ച തൊപ്പി ധരിക്കാനുള്ള അവകാശമെങ്കിലും ലീഗിൻ്റെ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും നൽകിക്കൂടെ? അതിലുള്ള മനോവിഷമമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ദേഹാസ്വസ്ഥത്തിലേക്ക് നയിച്ചത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മറ്റൊരു കാര്യം, റിയാസ് മൗലവി വധക്കേസ് പ്രോസിക്യൂഷൻ സംഭവിച്ചൊരു വീഴ്ച, ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഉൾപ്പെടെ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കി അതിനെ മാറ്റുന്നുണ്ട്. ശുദ്ധ അസംബന്ധമാണത്. കാരണം ആരാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ? സർക്കാർ വെച്ച ആളല്ല, സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. റിയാസ് മൗലവിയുടെ ഭാര്യ, എനിക്കേറ്റവും ഈ കേസ് നടത്താൻ വിശ്വാസമുള്ള വക്കീൽ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുത്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട വക്കീലാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് അഡ്വക്കേറ്റ് ഷാജിത്ത്. അദ്ദേഹത്തിൻ്റെ മുമ്പ് അഡ്വക്കേറ്റ് അശോകനായിരുന്നു. അശോകൻ മരണപ്പെട്ടു ഈ കേസ് നടക്കുന്നതിനിടയിൽ. അപ്പോഴാണ് റിയാസ് മൗലവിയുടെ ഭാര്യ, ആദ്യം അശോകൻ ആവശ്യപ്പെട്ടു, അശോകനെ കൊടുത്തു. അശോകൻ മരിച്ച സന്ദർഭത്തിലാണ് അശോകൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് ഷജിത്തിനെ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് സർക്കാർ 1.5 മാസം കൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചത്. അങ്ങനെ റിയാസ് മൗലവിയുടെ ഭാര്യ നിയോഗിച്ച ഒരു വക്കീൽ പോലീസുമായി ഒത്തുകളിച്ച് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിച്ച് ഒരാളെ കേസ് ഏൽപ്പിച്ചു, ആ വക്കീൽ നിങ്ങളെ ചതിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇത് വങ്കത്വമാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് കേസ് അന്വേഷിച്ചത്. അവരൊക്കെ തന്നെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ വിധിയിൽ. ഒരിക്കലും അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. ലീഗ് പോലും ആവശ്യപ്പെട്ടത് ഈ അന്വേഷണ സംഘത്തിന് ഡോക്ടർ ശ്രീനിവാസൻ നേതൃത്വം കൊടുക്കട്ടെ എന്നാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്, IPS ഓഫീസറുമാണ്. UDF ഭരിക്കുന്ന സമയത്ത് കാസർഗോട്ട് SP ആയി നിയമിതനായി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഒരു സംശുദ്ധ ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് ഓഫീസറാണ് ഡോക്ടർ ശ്രീനിവാസൻ. ആ ശ്രീനിവാസൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. ഇതൊക്കെ മുസ്ലിം ലീഗ് വിഷയങ്ങളില്ലാതെ വരുമ്പോൾ കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുകയാണ്. തീർച്ചയായും അതുതന്നെയാണ്. റിയാസ് മൗലവി വധക്കേസിനെ ഉൾപ്പെടെ ആ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മുസ്ലിം ലീഗിനെതിരെ ഡോക്ടർ KT ജലീൽ MLA ഉന്നയിക്കുന്നത്. പതാക വിവാദത്തിൽ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ ലീഗിനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ ബഷീർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.